പടം പക്ക ഔട്ട് ആൻഡ് ഔട്ട് ഫാൻ ബോയ് മാസ് പടം. കാരണം അജിത് കുമാറിനെ ഒരുപാട് നാളിന് ശേഷം പക്ക എനർജി ലെവൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് വേറെ ലോജിക്കൊന്നുമില്ല, ഭയങ്കര കഥയോ തിരക്കഥയോ ഒന്നും തരുന്നില്ല. നിങ്ങൾ അജിത്തിനെ കുറേ വർഷങ്ങളായിട്ട് മിസ്സായിട്ടുള്ള കുറേ സാധനം ഉണ്ടല്ലോ, അതിൽ മങ്കാത്ത റെഫറൻസ്, ദീന, വാലി, പിന്നെ റെട്രോ സോങ്സിൻ്റെ ഒരു റെട്രോ സോങ് പുള്ളി ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ കിടിലമായിരുന്നു ഒരു ആക്ഷൻ സീൻസിൽ. പടം ഓവർ ലൗഡാണ്. കാരണം നമ്മൾ വിചാരിക്കും പോലെ എന്നല്ല, നമ്മുടെ ഒരു ഫാൻ മീറ്റർ എന്ന് പറയുന്നത് 100% മുകളിൽ പോകും. അത്രയും കിടിലായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ട് ഞാൻ ഭയങ്കര ഗൂസ്ബം പഠിച്ചാണ് കണ്ടത്. കാരണം ഞാനൊരു കട്ട അജിത് ഫാനാണ്. അതുകൊണ്ട് എനിക്ക് പഴയ പടങ്ങളെല്ലാം അമർക്കളൊക്കെ തിയേറ്ററിൽ കണ്ടാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓർമ്മ കൊണ്ടുവരാൻ പറ്റി. പിന്നെ ഒരു ലുക്ക്, പഴയ ഒരു ലുക്കുണ്ട്, അത് റീക്രിയേറ്റ് ചെയ്ത് കിട്ടില്ലായിരുന്നു. വേറെ ടെക്നിക്കൽ സംഭവമൊന്നും ഇല്ലാതെ അജിത്തിനെ കൊണ്ട് തന്നെ ആ ഒരു പഴയ ലുക്ക്. പിന്നെ ഏത് വേഷം ഇട്ടു വന്നാലും ഭയങ്കര സ്വാഗ് ഓറയാണ് അജിത്ത്. അത് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഗാങ്സ്റ്റർ സ്റ്റോറിയാണ്. വേറെ ഒന്നും നമുക്ക് നോക്കല്ലോ. ഒരു 2-2.5 മണി ഭയങ്കര ഫാസ്റ്റാണ് പടം. ടക്ക 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 എന്ന് പറഞ്ഞാൽ സിനിമയുടെ തുടക്കത്തിൽ പറയുന്നുണ്ട് വെൽക്കം ടു ദ വേൾഡ്.